തോമസ് ഉമ്മന്റെ സംസ്കാരം ഞായറാഴ്ച 3 മണിയോടുകൂടിയാണ് സെന്റ് ജോൺസ് ഓർത്തഡോക്സ് പള്ളിയിൽ നടക്കുക. മേപ്രാലിലാണ് പള്ളി. ഇവിടെ വീടിനടുത്ത് തന്നെയാണ് പള്ളി ഉള്ളത്. 1 മണിക്കൂറിനകം തന്നെ അദ്ദേഹത്തിൻ്റെ ഭൗതിക ദേഹം ഇപ്പോൾ ഈ തിരുവല്ലയിലേക്ക് കൊണ്ടുവരും. അവിടെ നിന്ന് മോർച്ചറിയിലേക്ക് മാറ്റുമെന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ കാണുന്നതാണ് അദ്ദേഹത്തിൻ്റെ വീട്. രാവിലെ മുതൽ തന്നെ ആളുകൾ, ബന്ധുക്കളൊക്കെ തന്നെ ഇങ്ങോട്ടേക്ക് എത്തുന്നുണ്ട്. പ്രാർത്ഥനകളൊക്കെ നടന്നു വരികയായിരുന്നു. ഈ കാണുന്ന ചെറിയ ഇടവഴിയിലൂടെ ഈ വീട്ടിലേക്ക് ഒക്ടോബറിൽ മകൾക്ക് സമ്മാനവുമായി എത്തേണ്ടിയിരുന്ന ആളാണ് തോമസ് ഉമ്മൻ. ലീവ് എല്ലാം അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം തന്നെ പൂർത്തിയാക്കിയിരുന്നു. ലീവ് ഒക്ടോബർ അവസാനത്തോടുകൂടി ലഭിക്കും എന്നുള്ളതായിരുന്നു പ്രതീക്ഷ. സഹോദരൻ്റെ വീട് പണിയുമായി ബന്ധപ്പെട്ട് ഒക്ടോബർ അവസാനം എത്താൻ വേണ്ടി എല്ലാ കാര്യങ്ങളും പൂർത്തിയാക്കുന്നതിനിടയിലാണ് ഇത്തരത്തിലുള്ള ഒരു അകാല വിയോഗം ഉണ്ടായിരിക്കുന്നത്. ഈ സമയം വരെ, ഉച്ചവരെ വലിയ പ്രാർത്ഥനകൾ ഇവിടെ രാവിലെ മുതൽ തന്നെ നടത്തിയിരുന്നു. വിവിധ സഭകളിൽ നിന്നുള്ള ആളുകളൊക്കെ തന്നെ എത്തിയിരുന്നു. ഇദ്ദേഹം ഓർത്തഡോക്സ് വിശ്വാസിയാണ്. കുടുംബക്കല്ലറയുണ്ട്. ഞായറാഴ്ച 2 മണിക്ക് വീട്ടിലെ ശുശ്രൂഷ തുടങ്ങും. അതിനുവേണ്ടിയുള്ള ഒരുക്കങ്ങളെല്ലാം തന്നെ പൂർത്തിയായി. കുടുംബക്കല്ലറ നേരത്തെ തന്നെ സജ്ജമാക്കിയിട്ടുണ്ട്. ഒരുക്കങ്ങളെല്ലാം അത്തരത്തിൽ സംസ്കാരത്തിന് വേണ്ടിയുള്ള ഒരുക്കങ്ങളെല്ലാം പൂർത്തിയാക്കിയിട്ടുണ്ട്. ഇപ്പോൾ ബന്ധുക്കൾ ഇവിടെ നിന്നും തിരുവല്ലയിലെ ആശുപത്രിയിലേക്ക്, പുഷ്പഗിരി ആശുപത്രിയിലെ മോർച്ചറിയിലാണ് മൃതദേഹം എത്തിക്കുക. അവിടേക്ക് പോയിരിക്കുകയാണ്. ഇപ്പോൾ അടുത്ത മറ്റ് ബന്ധുക്കൾ മാത്രമേ ഈ വീട്ടിലുള്ളൂ. ഇവിടെ നാട്ടുകാരും ഇവിടെ ഉണ്ടായിരുന്ന മറ്റ് സഹോദരങ്ങളടക്കമുള്ളവരുമൊക്കെ ഇവിടെ നിന്ന് പോയിട്ടുണ്ട്. ഇദ്ദേഹത്തിൻ്റെ മൂത്ത സഹോദരൻ ഇന്ന് രാവിലെയാണ് വിദേശത്ത് നിന്ന് എത്തിയത്. അദ്ദേഹത്തിൻ്റെ വീടുപണി, അദ്ദേഹം വിദേശത്തായിരുന്നുവെങ്കിൽ പോലും എല്ലാ കാര്യങ്ങളും, പ്ലാനിങ് മുതൽ എല്ലാ കാര്യങ്ങളും ഓടി നടന്ന് നോക്കിയിരുന്നതെല്ലാം തന്നെ തോമസ് ഉമ്മനാണ്. അദ്ദേഹത്തെ നാട്ടിൽ വിളിക്കുന്നത് ജോബി എന്നാണ്. ജോബി ആയിരുന്നു ആ കാര്യങ്ങളെല്ലാം തന്നെ നോക്കി നടത്തിയിരുന്നത്. പ്രത്യേകമായ ഒരു താല്പര്യം സഹോദരൻ്റെ വീടുപണിയുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. കൃത്യമായി എല്ലാ ദിവസവും ആ കാര്യങ്ങളൊക്കെ തന്നെ വിളിച്ചന്വേഷിക്കുന്ന ഒരു നിലയിലായിരുന്നു ഉണ്ടായിരുന്നത്. അതോടൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെയും ഒരു സ്വപ്നം, അദ്ദേഹത്തിനും വീടെന്നൊരു സ്വപ്നം അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ഉണ്ടായിരുന്നു. അത് ബാക്കി വെച്ചാണ് ഇപ്പോൾ ഈ യാത്രയായിരിക്കുന്നത്. നമുക്ക് അദ്ദേഹത്തിൻ്റെ ഛായാചിത്രമൊക്കെ ഇവിടെ കാണാം. മെഴുകുതിരിയൊക്കെ കത്തിച്ച് ഇവിടെ ഇടവകയിലുള്ള ആളുകൾ, അതോടൊപ്പം തന്നെ അയൽക്കാരെല്ലാം തന്നെ പാട്ടുപാടി ബൈബിൾ വായിച്ച് അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന രീതിയിലായിരുന്നു ഉണ്ടായിരുന്നത്. നാളെ 4 മണിയോടുകൂടി അദ്ദേഹത്തിന് മൃതദേഹം ഇവിടേക്ക് കൊണ്ടുവരും. മൊബൈൽ മോർച്ചറിയിൽ സൂക്ഷിക്കും. അങ്ങനെയാണ് പൊതുദർശനം ക്രമീകരിച്ചിരിക്കുന്നത്. ഞായറാഴ്ച ഉച്ചയ്ക്ക് 2 മണിക്ക് വീട്ടിലെ ശുശ്രൂഷയും 3 മണിക്ക് ദേവാലയത്തിലേക്ക് കൊണ്ടുപോയി ദേവാലയത്തിലെ 2ാം ശുശ്രൂഷയും നടക്കും. ഇന്ന് വൈകിട്ടും പ്രാർത്ഥന തുടരുമെന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. സന്ധ്യാ നമസ്കാരം ഉണ്ടാകും. ഇടവിൽ നിന്ന് കൂടുതൽ ആളുകൾ ഈ സന്ധ്യാ നമസ്കാരത്തിൽ പങ്കെടുക്കുമെന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇപ്പോൾ ഏതായാലും ആളുകൾ ഇവിടെ നിന്ന് അടുത്ത ബന്ധുക്കളൊക്കെ തന്നെ ആശുപത്രിയിലേക്ക് പോയി അദ്ദേഹത്തിൻ്റെ മൃതദേഹം മോർച്ചറിയിലേക്ക് മാറ്റുന്നതിന് വേണ്ടി.